കഴിഞ്ഞ മെയ് 23-ാം തീയതി ആ ഒരു ദമ്പതികൾ ഒരു യാത്ര തിരിക്കുകയാണ്. ഹണിമൂണിന് വേണ്ടിയാണ് അവർ യാത്ര തിരിച്ചത്. മേഘാലയത്തിലോട്ടായിരുന്നു അവർ ആ ഹണിമൂൺ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു യാത്ര തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയും ഒരു സ്ത്രീ വലിയ രീതിയിൽ അലമുറയിട്ട് കരയുകയാണ്. പോലീസുകാരൻ ആ ഫോൺ എടുത്തപ്പോൾ പോലീസുകാരൻ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. പിന്നെ കുറച്ച് സമാധാനപ്പെടുത്തിയതിനു ശേഷമാണ് മനസ്സിലാക്കുന്നത് തൻ്റെ കൂടെയുണ്ടായിരുന്ന ഭർത്താവിനെ ഒരു കൂട്ടം ആളുകൾ വന്ന് മർദ്ദിക്കുകയും അതിനുശേഷം തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തിരുന്നതെന്നും പറഞ്ഞാണ് കരയുന്നത്. അങ്ങനെ ആ ഒരു കാര്യം കേട്ടപാടെ തന്നെ പോലീസുകാരെല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയും നല്ല രീതിയിൽ ഒരു അന്വേഷണം ആരംഭിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു കേസ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു വലിയ കൊലപാതകവും അതുപോലെ തന്നെ ഒരു ഗൂഢാലോചനയുമായിരുന്നു എന്നുള്ളത്. നമസ്കാരം, ഞാൻ അഖിലസ് ചന്ദ്രസേനൻ. ഈ സോന എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് എല്ലാം ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ശേഷി ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് രാജ രഘുവംശി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി പരിചയപ്പെടുന്നതും ആ ഒരു പരിചയപ്പെടൽ പിന്നീട് പതുക്കെ പ്രണയത്തിലോട്ട് മാറുകയും അതൊരു വിവാഹത്തിലോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. രാജ രഘുവംശിയാണെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സുകാരനും അതുപോലെ തന്നെ ഒരു ചെറിയ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. അത്യാവശ്യം പണമുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു. അങ്ങനെ അവരുടെ ഒരു ജീവിതം തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. ട്രിപ്പ് പ്ലാൻ ചെയ്തതാണെങ്കിൽ മേഘാലയയിലേക്ക്. അങ്ങനെ കഴിഞ്ഞ മെയ് 23-ാം തീയതി അവർ ഹണിമൂണിന് വേണ്ടി യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിച്ച് ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം മാറി മറിയുകയാണ്. ആദ്യ നിമിഷങ്ങളെല്ലാം വളരെ സന്തോഷകരമായിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷേ പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുറച്ച് ആളുകൾ അവിടോട്ട് വരികയും അവരെ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോവുകയുമാണ് ചെയ്തിരുന്നതാണ് പറയുന്നത്. പക്ഷേ പോലീസ് അന്വേഷണത്തിന് ശേഷം ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ഒരു വ്യക്തിയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെ കണ്ടെത്തിയത് പോലും അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളച്ചാട്ടത്തിന് ഏകദേശം കുറച്ച് അകലെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗർത്തത്തിൽ നിന്നാണ്. ഒരു ശരീരം ചെറുതായിട്ട് അഴുകി തുടങ്ങിയ രീതിയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. ശരീരം നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു കത്തി കുത്തിയേറ്റ പാടുകളും അതുപോലെ തന്നെ തലയ്ക്കടിച്ച് പൊട്ടിച്ച രീതിയിലുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതുപോലെ തന്നെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണങ്ങളൊന്നും കാണാനില്ല, അയാളുടെ മൊബൈലും ഒന്നും കാണുവാനില്ലായിരുന്നു. ആദ്യം പോലീസുകാർ കരുതിയിരുന്നത് ഇതൊരു മോഷണശ്രമത്തിനുണ്ടായിരുന്ന ഒരു കൊലപാതകവുമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ പോലീസ് നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോഴാണ് ആ ഒരു പ്രതികളെല്ലാം കണ്ടെത്താൻ സാധിക്കുന്നത്. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം പിന്നീട് അവർ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനായിട്ടുള്ള രീതിയിൽ അന്വേഷണങ്ങളും ചോദ്യങ്ങളും എല്ലാം ചെയ്യുമ്പോഴാണ് ഇതിനകത്തൊരു വലിയ ട്വിസ്റ്റ് മനസ്സിലാകുന്നത്. ഈ ഒരു കൊലപാതകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം അവർക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു കൊലപാതകം പ്ലാൻ ചെയ്തത് തന്നെ ഈ ഒരു മരിച്ച വ്യക്തിയുടെ ഭാര്യ തന്നെയായിരുന്നു. കാരണം ആ ഒരു കൊലപാതകത്തിൽ നടത്തിയ പ്രധാന വ്യക്തിയുടെ ഫോൺ കോൾ പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ചാറ്റുകളും അതുപോലെ തന്നെ കോൺവെർസേഷനുകളും എല്ലാം കാണാൻ സാധിച്ചിരുന്നത്. അങ്ങനെ ഈ ഒരു കേസ് ഈ സോനയുടെ നേർക്ക് തിരിയുന്നു എന്ന് കണ്ടതിന് ശേഷം സോന ആ ഒരു സ്ഥലത്ത് നിന്നും ഒളിവിൽ പോവുകയാണ്. ഈ കഴിഞ്ഞ 9-ാം തീയതിയാണ് ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം സോനയെ കീഴടങ്ങാൻ സാധിക്കുന്നത്. കാരണം പോലീസ് ഏകദേശം അടുത്തെത്തിയെന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ സോന ഈ ഒരു സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നത്. അങ്ങനെ ആദ്യമൊക്കെ ഈ ഒരു സോന ഇതിൽ നിന്നും എല്ലാം താനല്ല, ഇതിനകത്തൊന്നും തനിക്ക് പങ്കില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. കാരണം ഇത് പൂർണ്ണമായും എതിർക്കുക തന്നെയായിരുന്നു സോന ചെയ്തിരുന്നത്. പക്ഷേ പോലീസ് ഓരോരോ തെളിവുകൾ മുമ്പിൽ വെച്ച് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാതായി അവസാനം ഈ ഒരു കൊലപാതകം താൻ തന്നെയാണ് ചെയ്തതെന്നും താനാണ് ഈ ഒരു കൊലപാതകം പ്ലാൻ ചെയ്തതെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം പിന്നെ തുറന്നു പറയുകയാണ്. ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ഈ ഒരു മരിച്ച വ്യക്തിയുടെ അമ്മ പൊട്ടിക്കരയുകയാണ്. കാരണം ഇവർ തമ്മിലുള്ള ഒരു പ്രണയം കാണുമ്പോൾ ഒരു തരത്തിലുള്ള സംശയങ്ങൾ പോലും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവർ അത്രത്തോളം തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് എന്നായിരുന്നു കരുതിയിരുന്നത്. അതുപോലെ തന്നെ ഇവരെ ഈ ഒരു സ്ത്രീയെ ഇവരുടെ അമ്മ സ്വന്തം മോളെ പോലെ തന്നെ ആയിരുന്നു. അതേ രീതിയിലായിരുന്നു രണ്ടുപേരും സ്നേഹിച്ചിരുന്നത്. ഇവർ കല്യാണം കഴിഞ്ഞ സമയങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ലായിരുന്നു. എന്തായാലും സോന ഇപ്പോൾ കാര്യങ്ങളെല്ലാം സമ്മതിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു 4 കുറ്റവാളികളും ഈ സോനയും ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. ചോദ്യം ചെയ്യൽ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം.